ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കറിവേപ്പില, 2 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഈ വെള്ളം വറ്റി വരുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ആവശ്യത്തിന് തേങ്ങ എടുക്കാം. എത്രയാണോ പൈനാപ്പിൾ അതനുസരിച്ച് തേങ്ങ, 1 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ കടുക്, 2 കറിവേപ്പില, ഇത്രയും കൂടെയും ചേർത്ത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിക്ക് പേസ്റ്റായിട്ട് അരച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മധുരം ഇല്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും കൂടെയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് തിളച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തൈരും കൂടെയും ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്തിട്ട് പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. അരപ്പിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി നല്ലപോലെ കുക്കായതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈരും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പം കടുകും കൂടെയും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പച്ചടി. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്നല്ലേ, നല്ല സിമ്പിളാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സദ്യയിലെ മെയിൻ ഐറ്റമാണ് ഈ പച്ചടി. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.